കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം അണിനിരന്നുകൊണ്ട് ചടങ്ങ്. അതിലാദ്യം വന്ദേമാതരം ചൊല്ലുകയാണ്. വന്ദേമാതരം ആദ്യ രണ്ട് ചരണങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റില്ല, അത് കോൺഗ്രസ് അംഗീകരിച്ചതാണ്. പക്ഷേ ആദ്യ രണ്ട് ചരണങ്ങൾ മാത്രമല്ല, പൂർണ്ണമായി ചൊല്ലി. അതൊരു കൈപ്പിഴിയാണോ? നോട്ടപ്പശകാണോ? യാദൃശ്ചികമായി സംഭവിച്ചതാണോ? ഒരിക്കലും അതൊന്നും സംഭവിക്കില്ലല്ലോ. കേരളത്തിൻ്റെ രീതികൾക്ക് മാറ്റം സംഭവിക്കുന്നു. മതനിരപേക്ഷതയുടെ വിളനിലം എന്ന നിലക്ക് നിന്ന കേരളത്തിന് ആ നില അവകാശപ്പെടാൻ കഴിയാത്ത സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അതിനിടയാക്കിയത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതേവരെ അധികാരത്തിലുണ്ടായിരുന്ന, കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുണ്ടായിരുന്ന LDF പരാജയപ്പെടുകയും പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരികയും ചെയ്തപ്പോഴാണ്. സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിൽ എല്ലാവരും മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവരാണ്, സംഘപരിവാർ ശക്തികളൊഴികെ. അപ്പോൾ പുതിയ സർക്കാരിൽ നിന്നും സാധാരണഗതിയിൽ മതനിരപേക്ഷതക്ക് പോറലുണ്ടാക്കുന്ന ഒന്നും സംഭവിക്കില്ല എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ എന്താണ് അനുഭവം? ഒന്നിൻ്റെയും വലിയ തോതിലുള്ള വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കുന്ന ദിവസം ഒരു പ്രത്യേക കാര്യം സംഭവിച്ചു. അന്ന് വന്ദേമാതരം അവിടെ ചൊല്ലുന്ന നില വന്നു. വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിന് പൊതുവായൊരു നയമുണ്ട്. ആ നയം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അംഗീകരിച്ചതാണ്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ രാജേന്ദ്ര പ്രസാദാണ് ആ കാര്യം പ്രഖ്യാപിച്ചത്. അത് മറ്റൊന്നുമായിരുന്നില്ല, വന്ദേമാതരം ആ ഗാനം ഒരു 2 ചരണം കഴിഞ്ഞാൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ള ഗാനമാണ്. നമ്മുടെ രാഷ്ട്രമോ വ്യത്യസ്ത മതങ്ങളാണ്, വ്യത്യസ്ത മതക്കാരാണ്. ഒരു രാഷ്ട്രം അംഗീകരിക്കുന്ന ഗാനം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്നതാവണം, എല്ലാവർക്കും ചൊല്ലാൻ കഴിയുന്നതാവണം. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയാണ് വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണം കഴിഞ്ഞാലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി തീരുമാനിക്കുകയാണ്, രാജേന്ദ്ര പ്രസാദ് പ്രഖ്യാപിക്കുകയാണ്, വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണം മാത്രമേ ചൊല്ലേണ്ടതുള്ളൂ. ബാക്കി കാര്യങ്ങൾ മതനിരപേക്ഷതയ്ക്ക് ചേർന്നതല്ല, അത് പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗങ്ങളാണ്, അതൊഴിവാക്കിയാണ് ചൊല്ലേണ്ടത്. ഇത് വ്യക്തതയാർന്ന തീരുമാനമായിരുന്നു. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ വന്ദേമാതരം ചൊല്ലേണ്ടി വന്നാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിർദ്ദേശിച്ചത്. ഇപ്പോൾ മാത്രമല്ല, RSSന് ആ കാര്യത്തിലൊരു നിലപാടുണ്ട്. RSSന്റെ നിലപാട് വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലണമെന്നാണ്. നമ്മുടെ പുതിയ ഗവൺമെൻറ് അധികാരമേൽക്കുന്ന ദിവസം അവിടെ കേട്ടത് വന്ദേമാതരം ആലപിക്കുന്നു. വന്ദേമാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങളല്ല, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുകയാണ്. അത് RSS വേദിയിൽ ആലപിക്കും, RSSകാരാലപിക്കും. പക്ഷേ മതനിരപേക്ഷത അംഗീകരിക്കുന്ന ഒരു സർക്കാരിന് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല അത്. എങ്ങനെയാണ് അത്തരമൊരു ഗാനം രാജ്യവും നേരത്തെ മുതൽക്ക് കോൺഗ്രസ് പാർട്ടിയും അംഗീകരിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഴുവനായി ചൊല്ലുന്ന അവസ്ഥ വന്നത്? അത് RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടലല്ലേ, RSSനെ പ്രീതിപ്പെടുത്താനുള്ള നടപടിയല്ലേ? അങ്ങനെ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് തുടങ്ങേണ്ടതാണോ ഭരണം? കേരളം അത്തരമൊരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? കടുത്ത വിമർശനം ഉയർന്നു വന്നു, എല്ലാ ഭാഗത്തു നിന്നും വിമർശനം ഉയർന്നു വന്നു. ഇപ്പോൾ ആഗസ്റ്റ് 15 കഴിഞ്ഞു.
ആഗസ്റ്റ് 15 നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏക സംസ്ഥാനം ഒരു സർക്കുലർ അയച്ചു, വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണം. ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആ ഏക സംസ്ഥാനം കേരളമായിരുന്നു. കേരളം മാത്രമാണ് അങ്ങനെ ഒരു സർക്കുലർ അയച്ചത്. ആ സർക്കുലർ അയച്ചു എന്ന വിവരം കേട്ടപ്പോൾ കേരളത്തിലെ മതനിരപേക്ഷ ശക്തികളെല്ലാം അതിനെ എതിർത്തു. സ്വാഭാവികമായി ഞങ്ങളും അത് തുറന്നു കാണിച്ചു. വലിയ എതിർപ്പ് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നു. അങ്ങനെ വന്നപ്പോൾ ആഗസ്റ്റ് 15 വന്ദേ മാതരം ചൊല്ലേണ്ടതില്ല എന്ന നിലപാട് ഗവൺമെന്റ് എടുത്തു. അത് നല്ല കാര്യം. എങ്ങനെയാണ് വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണമെന്ന സർക്കുലർ പോയത്? അതൊരു കാര്യം. മറ്റൊരു കാര്യം, ഇവിടെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാവാണ്. കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ളത് വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ചൊല്ലുക എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം ഡൽഹിയിൽ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളെല്ലാം അണിനിരന്നുകൊണ്ട് ചടങ്ങ്. അതിലാദ്യം വന്ദേ മാതരം ചൊല്ലുകയാണ്. വന്ദേ മാതരം ആദ്യ 2 ചരണങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റില്ല, അത് കോൺഗ്രസ് അംഗീകരിച്ചതാണ്. പക്ഷേ ആദ്യ 2 ചരണങ്ങൾ മാത്രമല്ല, പൂർണ്ണമായി ചൊല്ലി. അതൊരു കൈപ്പിഴിയാണോ? നോട്ടപ്പശകാണോ? യാദൃശ്ചികമായി സംഭവിച്ചതാണോ? ഒരിക്കലും അതൊന്നും സംഭവിക്കില്ലല്ലോ. കാരണം കോൺഗ്രസിന് വ്യക്തമായ നയമുണ്ടല്ലോ. ആ നയത്തിൽ നിന്ന് എങ്ങനെ വ്യതിയാനം സംഭവിച്ചു? അതുമാത്രമാണോ? ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ, ഹിമാചൽ പ്രദേശ്, തെലുങ്കാന, കർണാടക, കോൺഗ്രസ്സാണ് നേതൃത്വം ഭരിക്കുന്നത്. ആ 3 സംസ്ഥാനങ്ങളും വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലി. ഇവിടെ ചൊല്ലാത്തത് എന്തോ ഒരു മേന്മയായി പറയുന്നത് എന്തുകൊണ്ടാ? ഇവിടെ ചൊല്ലുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇവിടെ ഉയർന്നു വന്നു. കേരളത്തിന്റെ പൊതുവികാരമായിട്ട് അത് ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ഇവിടെ ചൊല്ലേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ കോൺഗ്രസിനൊരു നിലപാടുണ്ടായി എന്നല്ലേ കാണിക്കുന്നത്? അതിന്റെ ഭാഗമായല്ലേ ഇത് മുഴുവനായിട്ട് ചൊല്ലുന്ന അവസ്ഥ വന്നത്. മറ്റ് സംസ്ഥാനങ്ങൾ ചൊല്ലിയത്, ആസ്ഥാന മന്ദിരത്തിൽ ചൊല്ലിയത്, അത് RSSനോടൊരു മൃദു സമീപനം സ്വീകരിക്കലല്ലേ? RSS നയത്തിന് മുന്നിൽ ഞങ്ങളും ഇതിനോടൊപ്പമുണ്ട് എന്ന് കാണിക്കലല്ലേ? അത് മതനിരപേക്ഷതയെ തകർക്കുന്ന കൂട്ടർക്ക് ആവേശം പകരുകയല്ലേ ചെയ്യുക?